തൃശൂർ കുന്നംകുളത്തെ വൃക്കരോഗിയെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ റൂറൽ പോലീസിന് നിർദ്ദേശം നൽകി. വസ്തുവിൽപ്പനയിൽ കുന്നംകുളം പാറയമ്പാടം സ്വദേശി സഞ്ജയ് രാജിനെ കബളിപ്പിച്ച് ഇടനിലക്കാർ പണം തട്ടിയ സംഭവത്തിലാണ് നടപടി. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, എന്തായാലും ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ ഇടപെടലുണ്ടായിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് പറയുന്നത്? സ്വാതി, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിടുന്നത്. അന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ബന്ധപ്പെട്ട ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട തൃശൂർ കുന്നംകുളം പാറയമ്പാടം സ്വദേശിയായിട്ടുള്ള സഞ്ജയ് രാജിന്റെ ദുരിതാവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ നീതി നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അത്തരത്തിലൊരു ആശ്വാസകരമായ നടപടിയുണ്ടായിരിക്കുന്നത്. കമ്മീഷൻ അംഗം വി ഗീതയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ പോലീസ് മേധാവി ഇദ്ദേഹത്തിന്റെ പരാതി അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഈ റിപ്പോർട്ട് ലഭിച്ച് അടുത്ത സിറ്റ് കമ്മീഷന്റെ തൃശൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നുമാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സഞ്ജയ് രാജിനെ ഇടനിലയായി നിന്ന് കബളിപ്പിച്ച 2 പേർക്കെതിരെ തൃശൂരിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ആ പരാതിയിൽ സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പരാതി സ്വീകരിക്കാതെ അല്ലെങ്കിൽ അതിൽ കേസെടുക്കാതെ അത്തരത്തിലൊരു സമീപനമാണ് സ്വീകരിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ തൃശൂർ ജില്ലാ കളക്ടർക്കടക്കം സഞ്ജയ് രാജ് പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം തൃശൂർ കുന്നംകുളം പാറയമ്പാടം സ്വദേശിയായിട്ടുള്ള സഞ്ജയ് രാജ് എന്ന 44 വയസ്സുകാരൻ നിരവധി അസുഖങ്ങളാൽ അദ്ദേഹം ബുദ്ധിമുട്ടുന്ന ആളാണ്. 2 തവണ ഹാർട്ട് അറ്റാക്ക് വരികയും കിഡ്നി പേഷ്യൻ്റ് ആവുകയും ഡയാലിസിസ് ചികിത്സ തുടർന്ന് വരികയും ഇതിനിടയിൽ കണ്ണിന് കാഴ്ച സംഭവിക്കുകയും ചെയ്തു. സഞ്ജയ് രാജിന് ചികിത്സയും ബിസിനസ്സും ഒക്കെ പ്രതിസന്ധിയിലായതോടുകൂടി അദ്ദേഹത്തിന് കടബാധ്യത തീർക്കാനും ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുമായി തൻ്റെ കുടുംബ ഓഹരിയായി ലഭിച്ച 35 സെന്റ് വസ്തുവിൽ നിന്നും 15 സെന്റ് വസ്തു വിൽക്കാൻ തീരുമാനിക്കുന്നു. മലപ്പുറം സ്വദേശിയായിട്ടുള്ള സൂര്യകല എന്ന വനിത ഭൂമി വാങ്ങാൻ തയ്യാറായി. ഈ കച്ചവടത്തിന് ഇടനിലക്കാരായി നിന്ന തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിയായ സാജൻ, അമലാനഗർ സ്വദേശിയായ ബക്കർ എന്നിവർ ചേർന്ന് ഈ തുക ഉടമസ്ഥരിൽ നിന്നും, അതായത് എതിർപ്പാർട്ടിയിൽ നിന്നും പണം കൈക്കലാക്കുകയും സെന്റിന് 15 സെന്റ് വസ്തുവിന് 4 ലക്ഷം രൂപ വെച്ചാണ് സെന്റിനെ കണക്കാക്കിയിരുന്നത്. ഈ അടിയന്തര ചികിത്സാ സഹായമായി ഈ അഡ്വാൻസ് തുകയിൽ 10 ലക്ഷം രൂപ നൽകാമെന്ന് സഞ്ജയ് രാജിനെ അറിയിക്കുന്നു. പക്ഷേ 4.5 ലക്ഷം രൂപ മാത്രം നൽകി അതിൽ നിന്ന് 2 ബ്രോക്കർമാരും ചേർന്ന് ഓരോ ലക്ഷം രൂപ തിരികെ വാങ്ങുകയും ചെയ്തു. ശേഷിച്ച് 40 ലക്ഷത്തിലധികം രൂപ ഭൂമിയുടെ വിൽപ്പന കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് മടക്കി നൽകാതെ കബളിപ്പിക്കുകയാണ് ഉണ്ടായത്. പലതവണ സഞ്ജയ് രാജ് പണം ആവശ്യപ്പെട്ടെങ്കിലും ഇവർ പല ഒഴിവുകഴിവുകളും പറഞ്ഞ് മടക്കി അയക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ പോലീസിൽ പരാതി നൽകുന്നു. പോലീസിൽ പരാതി നൽകിയപ്പോൾ പോലീസ് നടപടി സ്വീകരിക്കാതെ ഇദ്ദേഹത്തിന് നീതി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഇതിനിടയിൽ പലവട്ടം ആശുപത്രിയിലാകുകയും ചികിത്സയ്ക്കായി ഡയാലിസിസ് അടക്കമുള്ള പ്രശ്നങ്ങൾ